എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? നമ്മൾ ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, നിങ്ങൾ എങ്ങനെയാണ് അതിദരിദ്രരെ കണ്ടെത്തുന്നത്? എന്താണ് അതിനുള്ള മാനദണ്ഡം? എന്ത് തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രരെ നമ്മൾ കണ്ടെത്തിയത്? 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. അവർക്ക് ഈ അതിദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ പദ്ധതികൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതറിയാനുള്ള അവകാശം കേരളത്തിലെ ജനതയ്ക്കില്ല എന്ന് പറയാനായിട്ട് കഴിയില്ല. അല്ലെങ്കിൽ തന്നെ തന്നോട് ഇതൊക്കെ പറയാൻ താൻ ആരാ? ആ ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തിനെ കേവലം മാനസികാവസ്ഥയുടെ ഒരു പ്രശ്നമായിട്ട് കണ്ട് അതിനെ ഇകഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നമ്മുടെ കേരള സർക്കാരിന്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ച് അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നേടിയെടുക്കാൻ കഴിയാത്ത ആൾക്കാരെയാണ് അതിദരിദ്രർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 കാര്യങ്ങളാണ്. 1, ഭക്ഷണം. അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുക. 2, സുരക്ഷിതമായിട്ടുള്ള താമസം എന്ന് പറയുമ്പോൾ അവർക്ക് പാർപ്പിടം ഉണ്ടാവുക. 3, ആരോഗ്യം. അതായത് ഹെൽത്തി ആയിട്ട് അവരിയ്ക്കുക അഥവാ ആരോഗ്യ സംവിധാനങ്ങളിലേക്കുള്ള ആക്സസിബിലിറ്റി എന്നുള്ളത് പ്രധാനമാണ്. 4, അടിസ്ഥാന വരുമാനം. ഇങ്ങനെയാണ്. അപ്പൊ ദാരിദ്ര്യം എന്നതും അതിദാരിദ്ര്യം എന്ന് പറയുന്നതിനെയും വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത് ഇതാണ്. ഈ 4 പോയിന്റുകൾ, ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വരുമാനം, ഈ 4 കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത് ഏത് തരത്തിലുള്ള സർവേ നടത്തി എന്ത് ഒരു ത്രെഷോൾഡ് വെച്ചതിന് ശേഷമാണ് ഇത് കണ്ടെത്തിയത് എന്നുള്ളതാണ് അറിയുന്നത്. ആരോഗ്യം എന്നുള്ള ഒരു കാര്യത്തിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ആ ആരോഗ്യം എന്ന് പറയുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമായിട്ടുള്ള ദൂരമാണോ അതോ ഏറ്റവും മെച്ചപ്പെട്ട പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ അവർക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണോ? ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ വരുമാനം എന്ന് പറയുമ്പോൾ അവർക്ക് സ്ഥിര വരുമാനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണോ? അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഓരോ മാസവും കൃത്യമായിട്ട് കിട്ടുന്ന എമൗണ്ടിന് ഒരു ത്രെഷോൾഡ് ഉണ്ടോ? അതായത് ദിവസ വരുമാനം അല്ലെങ്കിൽ മാസ വരുമാനം ഇത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അടച്ചുറപ്പുള്ള വീട് എന്നൊരു സംവിധാനമുണ്ടോ? ഭക്ഷണമാണ് കൊടുക്കുന്നത് എങ്കിൽ എങ്ങനെയാണ്? 2 ഫുൾ മീൽ പെർ ഡേ എന്നുള്ളതാണോ? ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാകണം. അപ്പൊ ഈ ആഹാര ലഭ്യത എന്നുള്ള ഒരൊറ്റ മാനദണ്ഡം മാത്രമാണ് സാധാരണ ദാരിദ്ര്യത്തിനെ അടയാളപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ ഈ വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, സേവന ലഭ്യത, ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ, ആക്സസിബിലിറ്റി, വരുമാനം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഇതെല്ലാം തന്നെ ലഭ്യമാക്കുന്നതാണ് സർക്കാരിന്റെ സൈറ്റ് പറയുന്നത്. ഈ ബ്രോഡായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഈ 4 കാറ്റഗറിയിൽ ഓരോന്നിലെയും ത്രെഷോൾഡ് എത്രയാണ്? ഇപ്പൊ വേണമെങ്കിൽ ഈ ചർച്ചയിലുള്ള ശ്രീ റെജു ലൂക്കോസിന് അതിന് മറുപടി പറയാം. എത്ര വരുമാനം മാസം അല്ലെങ്കിൽ ദിവസം ഒരു കുടുംബത്തിന് ഇത്ര രൂപ വരുമാനം ഉണ്ടെങ്കിൽ അവർ അതിദാരിദ്ര്യത്തിൽ വരില്ല, അതാണ് സർക്കാരിന്റെ കണ്ടീഷൻ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ സർക്കുലർ ഉണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാം. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. അതായത് വരുമാനം എന്ന് പറയുന്നത് ഒരു ഘടകമാണ് എന്ന് പറയുന്നതും ഇത്ര വരുമാനത്തിന് താഴെ കെട്ടിയിരിക്കുന്ന ആൾക്കാരാണ് അതിദരിദ്രർ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വരുമാനം ഇല്ലാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ 0 റവന്യൂ. ആ 0 റവന്യൂ മാറിയതിനു ശേഷം അവർക്ക് ഒരു മാസം 100 രൂപയാണ് കിട്ടുന്നത് എങ്കിൽ അവർ ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറണം. ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ക്ഷേമ പെൻഷനായിട്ടുള്ള നേരത്തെയുള്ള ഈ 1600 രൂപയാണ് അവരുടെ ഒരു മാസത്തെ ആകെ വരുമാനം എന്ന് കരുതിക്കോളൂ. 1600 രൂപയെ സ്ഥിര വരുമാനമായിട്ടും മാസ വരുമാനമായിട്ട് കണ്ട് അവർക്ക് ഇൻകം കിട്ടാതെ ഇരിക്കുന്നില്ല, മറിച്ച് 1600 രൂപ കിട്ടുന്നുണ്ട് എന്ന് കരുതി അവർ അതിദാരിദ്ര്യത്തിലുള്ള ആൾക്കാരല്ല എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ പറഞ്ഞ ത്രെഷോൾഡിന്റെ പ്രാധാന്യം. 6000 രൂപയാണോ മാസം, 10000 രൂപയാണോ, എത്ര രൂപയാണ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യണം. ആ ഡിഫൈൻ ചെയ്തതിന് കേരളത്തിന്റെ ജീവിത ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗുമായി ബന്ധപ്പെട്ട് തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് 2022 2025 ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് ബാധകമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കണക്ക് പറയാം. ആ കണക്ക് പറയുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ എന്റെ വിമർശനം. അത് മാനസികാവസ്ഥയുടെ പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വിമർശനമാണ്. എത്ര ആൾക്കാർ ബെനഫിഷ്യറി ആയി എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്, അത് വേണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ്, ഇപ്പൊ ഞാൻ പറയാം, പല ആൾക്കാർക്കും പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സൗജന്യ സർവീസുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു ഇത് ഒരു തവണത്തെ അച്ചീവ്മെന്റ് അല്ല, ഓൺഗോയിങ് ബേസിസിൽ അവർക്ക് ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു?
അവർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. നിങ്ങൾ ആലോചിക്കണം, ലോകത്തിൽ ആദ്യമാണെന്ന് പ്രഖ്യാപിച്ചത് പർട്ടിക്കുലർ സ്ഥലത്തിന്റെ പേര് പറയുമെങ്കിലും ഷാങ്ഹായി അടുത്തുള്ള ഒരു പ്രവിശ്യയിലാണ് ചൈന. അത് ദരിദ്രരില്ല എന്നുള്ളവരാണ് കണ്ടു. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. അതിനകത്തോട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അറിയാം, നിർഭാഗ്യ ചപ്പേരിയാൻ പറഞ്ഞത് മനസ്സിലുണ്ടായി. അതിനുശേഷം ലോകത്തിൽ ആദ്യമാണ് പ്രഖ്യാപിക്കുന്നത് കേരളം. ഐക്യരാഷ്ട്രസഭയുടെ 2014 ഒരു ഡിക്ലറേഷനിൽ ലോകത്തിൽ അതിദരിദ്രം ഇല്ലാത്തവരെ കുറിച്ചുള്ള സർവേ നടത്തി അതാത് രാജ്യങ്ങൾക്ക് പ്രഖ്യാപിക്കാം. ഏടുണ്ടാവുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായി? ഒരു പിടിയുമില്ല. നിനക്കോ? ഇല്ല. പക്ഷെ അത് ചെയ്യാൻ പറ്റിയ മാനദണ്ഡങ്ങൾ കീപ്പ് ചെയ്ത 2ാമത്തെ സ്ഥലത്തുള്ളത് കേരള. അതിൽ നമ്മുടെ പ്രതിപക്ഷങ്ങളും ഭരണകക്ഷി എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകരെ സഹജീവികളെ സഹായിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ നേട്ടം പോയത്. ശ്രീജിത്ത് എന്നോട് ചോദിച്ചു, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പറഞ്ഞു, എത്ര രൂപ വരുമാനമുള്ളവര് അല്ലെങ്കിൽ അതിൽ കുറവുള്ളവരാണ് അതിദരിദ്ര പട്ടികയിൽ വരുന്നത്. മന്ത്രി MP രാജേഷ് കൃത്യമായിട്ട് മറുപടി പറയും. 138 രൂപ ഒരു ദിവസം വരുമാനത്തിൽ താഴെയുള്ളവര് അവരെയാണ് അതിദരിദ്രം എന്ന് പറയുന്നത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് പക്ഷെ അങ്ങനെയാണെങ്കിലും സർക്കാരിന്റെ സഹായങ്ങളോ മറ്റു ആരെങ്കിലും ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പട്ടികയിൽ വരുത്തില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ 46,000 പേരെ ഈ പറഞ്ഞ കിളിയിൽ നിന്നുള്ള എക്സ്പെർട്സ്, അത് ഏറ്റവും നല്ല സംവിധാനം കുടുംബശ്രീയാണ്. കുടുംബശ്രീ ഓരോ വീടുകളോട് ബന്ധപ്പെട്ട ഓരോ വാർഡിൽ അപ്പൊ അവരെ കൂടെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ 4 വർഷക്കാലത്തെ സർവേയിലൂടെയും റിസർച്ചിലൂടെയാണ് കണ്ടുപിടിച്ചത്. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങും. 46,000 പേരെ കണ്ടെത്തി അവരെ അതിദരിദ്രരിൽ നിന്നുള്ള മാറ്റത്തിൽ നിന്നും അവരെ മുന്നോട്ട് കൊണ്ടുവന്നത്. എനിക്ക് തന്നെ പറഞ്ഞു നേരിട്ടറിയാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അത്ര ആളുകൾ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഏത് വ്യക്തികൾക്ക്. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. അല്ലാതെ സാഹിത്യമുള്ളവർക്ക് അത് അറിയാൻ പറ്റുന്നില്ല. അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യം ഇപ്പൊ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് അതറിയാൻ പറ്റുന്നില്ല. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിയാം. അതിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്? നിങ്ങൾ ഇലക്ഷൻ കണ്ടാണ്ട് പറയുന്നത്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. അതിൽ ഡേറ്റ ആവശ്യമല്ല മന്ത്രി വിശദീകരിച്ചത്. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കൃത്യം കക്ഷികളാ. സംശയമാണ് ചോദിച്ചത്. ഡേറ്റ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങനെയൊന്നും ഡേറ്റ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം കൃത്യമായ ഡേറ്റ നിങ്ങൾക്ക് പരിശോധിക്കുന്നതല്ല. മന്ത്രി അത് വിശദമായിട്ട് 1 മണിക്കൂർ കൊണ്ട് വിശദീകരിച്ചു. കൃത്യമായ മാനദണ്ഡങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊക്കെ ചുറ്റും കണ്ണോടിച്ചാൽ അറിയാം. ഇനി ആരെങ്കിലും ഇതിൽ പ്രളയം ഉണ്ടെങ്കിൽ നമ്മൾ ചുറ്റും കണ്ണോടിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്നത്. ചുറ്റും കണ്ടുപിടിച്ചാൽ നിങ്ങളാ പറയുക. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നിങ്ങളിപ്പോ ഈ ആശാവർക്കർമാരെയൊക്കെ ദരിദ്രവാസികൾ എന്നുള്ള പ്രയോഗമൊന്നും നടത്താതെ അങ്ങനെ അത് മറ്റൊരു പ്രയോഗമാണ്. ദരിദ്രവാസികൾ എന്നുള്ള മറ്റൊരു പ്രയോഗമാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. തെണ്ടി. വിശപ്പിന്റെ വില അറിയുന്നവർ വസ്ത്രങ്ങളില്ലാത്തതിന്റെ, ഭക്ഷണമില്ലാത്തതിന്റെ, മക്കൾക്ക് പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തവരെ, അങ്ങനെയുള്ള മനുഷ്യരുടെ വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാണ്ട് ഇതിന്റെ മാനദണ്ഡബദ്ധമാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് തരൂ. സർക്കാരിനെ എന്തിനാണ് ഇത്രമാത്രം എക്സസൈസ് നടത്തുന്നത്? അല്ലല്ലേ ഈ പറയുന്ന പോലെ ഈ ധൃതി പിടിച്ചുള്ള ഈ പ്രഖ്യാപനം, ഇത് വിശപ്പ് വിറ്റ് കാശാക്കുന്നതിന് തുല്യമാണ് സാർ. അത് ശരി. ഇല്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെ മേനി നടിക്കുന്നു. വെറും PR വർക്ക് മാത്രമാണ്. എന്നെ സംശയിക്കരുത്. 2021 LDFന്റെ മാനിഫെസ്റ്റോയിൽ പ്രധാനപ്പെട്ട 10 ഐറ്റംസ് ഒന്നും അതിദരിദ്രമില്ലാത്ത കേരളത്തെ മാറ്റും. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. ശരിയാണ്. അതിദരിദ്രം അത് അങ്ങനെ ഒരു മാനിഫെസ്റ്റോ എഴുതി ചേർത്തു എന്ന് വെച്ചാൽ ആരാണ് അതിദരിദ്രർ, ആരാണ് ദരിദ്രർ എന്നൊക്കെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഞങ്ങളാ തീരുമാനിക്കണം. ഇവിടുത്തെ ജനങ്ങളാ തീരുമാനിക്കണം. നിങ്ങൾ ഒരാളെ എടുത്ത് കാണിക്കൂ. ഒറ്റ ഉദാഹരണം പറയും. മഞ്ജുഷ കേരളത്തിൽ ഇന്നയാള് അതിദരിദ്രാവസ്ഥയിലാണ്. ഈ പറയുന്ന ക്രൈറ്റീരിയ വെച്ച് പട്ടിണി കിടക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? കേരളത്തിലെ സന്നദ്ധ സംഘടനകളെ ഞാൻ ഉദാഹരണം പറയാം. സർക്കാരല്ല എല്ലാരെയും ഇവിടെ വിശപ്പടക്കുന്നത്. ഡിവൈഎഫ്ഐ എത്രയോ ലക്ഷക്കണക്കിന് പൊതുക്കളുടെ എഴുതി കൊടുക്കുന്നുണ്ട്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയി. അപ്പൊ അതിന്റെ എല്ലാം ഫലമായിട്ട് നമ്മുടെ കേരളത്തിൽ അതിദരിദ്രമില്ലാത്ത എത്രയോ ഭവനങ്ങൾ ഇപ്പോൾ ഉണ്ട്. എന്തോ ചെവി ഇങ്ങോട്ട് തരൂ. ഞാൻ പറഞ്ഞു 46,000 എന്ന് പറയുന്നതിനെ ഓർക്കം ചെയ്യാൻ വളരെ ഈസിയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു
ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.